ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നല്ലൊരു വ്ളോഗ് ഇടണം എന്നായിരുന്നു കേട്ടോ ആഗ്രഹം. പക്ഷേ വിചാരിച്ചതൊന്നും നടന്നില്ല. നമ്മുടെ ഹെയ്സൂന് ചെറിയൊരു അപകടം പറ്റി. ചെറുതെന്ന് പറയാനും പറ്റില്ല, വലുതെന്ന് പറയാനും പറ്റില്ല. അവൻ്റെ നാവ് ഇന്നലെ ആകെ ബ്ലഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് ഓടി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഈ വ്ളോഗ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. നമുക്കിന്ന് വീഡിയോ ഇടേണ്ട ഒരു ദിവസമായിരുന്നു. ഇന്നലെയും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇന്ന് ഈ വ്ളോഗ് ഇടുന്നത് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഹെയ്സൂന് പാലിൽ റാഗി പൗഡർ മിക്സ് ചെയ്തിട്ട് വെള്ളം പോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ പാല് കുടിച്ച പോലെ ആയി, കുറുക്ക് കഴിച്ച പോലെ ആയി എന്നുള്ളതിനാണ്. അപ്പോൾ ഇതിൽ പഞ്ചസാരയല്ല, നമ്മൾ ബ്രൗൺ ഷുഗറാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. കുറുകൂല, പാല് പോലെ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് അത് ഇതുപോലെ ഒരു ബോട്ടിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ ഫീഡിങ് ബോട്ടിലൊക്കെ അവിടെ എവിടെയും കൊണ്ടിട്ടിട്ട് ഒന്നും കാണാനില്ല. അപ്പോൾ ഇതാവുമ്പോൾ സ്ട്രോ വെച്ച് കുടിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കുകയാണ്. അധികം മധുരമൊന്നും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. ചുച്ചു കുറച്ച് നല്ല കേളി ഹെയറാണ്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷെ അതിനനുസരിച്ച് നല്ല ജടയുണ്ടാവും. അപ്പോൾ എണ്ണ തേച്ച് കൊടുക്കാറില്ല. ഇവിടെ ഡോക്ടർ 5 വയസ്സ് വരെ കുട്ടികൾക്ക് എണ്ണ തേക്കണ്ടെന്നാണ് പറയുക. അപ്പോൾ ഇപ്പം അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് എണ്ണ 2 പേർക്കും കൂടിയിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മോൾക്കൊന്ന് തലയും കൂടെ ഒന്ന് ചീവി കൊടുക്കുകയാണ് കേട്ടോ. ഇതെന്താ എല്ലാരും ചെയ്യണേ? ബിസ്ക്കറ്റ് എവിടെ എവിടെ? ഹാൻഡ് കേട്ട് ചുച്ചന്റെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശയാവുമ്പോൾ കഴിച്ച് മടുത്തുപോയി. അപ്പോൾ അതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉള്ളിൽ കുറച്ച് മസാലയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇത് കുറച്ച് ചെമ്മീനാണ് കേട്ടോ. ചെമ്മീനിൽ നിന്ന് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നതാണ്. വൈകുന്നേരത്തിന് സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ റോസ്റ്റിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള മസാലയ്ക്ക് നമുക്ക് ഉള്ളി, ക്യാരറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇപ്പോൾ ക്യാരറ്റും ഉള്ളിയും തക്കാളിയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അത് ഞാൻ അതാണ് കേട്ടോ ഇടുന്നത്. ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഹെയ്സൻ എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. റേനക്കുട്ടിക്ക് പിന്നെ ക്ലാസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് റേനക്കുട്ടി അങ്ങനെ പോവും. ഷെയ്സ് അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ കളിച്ചിട്ടിരിക്കും. അപ്പോൾ ഹെയ്സൻ എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്നാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്ങിന് 3 മുട്ടയും കൂടെ വേണം കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴുകിയിട്ട് പുഴുങ്ങാനിടുന്നുണ്ട്. മുട്ട എപ്പോഴും കഴുകിയിട്ട് ഇടണമെന്നാണ് കേട്ടോ പറയുക. അതിൻ്റെ മുകളിലത്തെ പൊടി വന്നിട്ട് ക്യാൻസർ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം പുഴുങ്ങാനൊക്കെ ഇടുന്നത്. ഇനിയും ലൈറ്റർ വാങ്ങിയിട്ടില്ല, അതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ കാണുന്നത്. മറന്നിട്ടാണ് കേട്ടോ. അപ്പോൾ പാന് വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം വലിയ ജീരകം ഒരു ചെറിയ സ്പൂണിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം.
ഇനി സവാളയിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഒരെണ്ണമാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണമല്ല കേട്ടോ, 2 എണ്ണമാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച്, എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇത് ഗരം മസാല ഒരു നുള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കുരുമുളക് പൊടിയാണ്. അതുകൊണ്ടാണ് കുറച്ച് മാത്രം മുളക് പൊടി ഇട്ടിട്ട് ബാക്കി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഒരു സ്പൂണോളം സോയ സോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട എല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് ചീകിയെടുക്കുക കേട്ടോ, ചെറുതായിട്ട്. അപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ ഒരു കാണാനും ഭംഗിയുണ്ടാവും, കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മുട്ടയൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയും അതൊക്കെ ഇട്ട് വെച്ചിട്ടില്ല, അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, എല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ. ഇതിന് ശേഷം നമ്മുടെ പണി എന്ന് പറയുമ്പോൾ നമുക്ക് റോസ്റ്റ് ചുടണം. റോസ്റ്റ് വലിയ കല്ലാണ് ഞാനിവിടെ ചുടുന്നത്. അപ്പോഴേക്കും എനിക്ക് ഇന്ന് കുറേ മൊത്തത്തിൽ പ്രശ്നമാണ്. ഗ്യാസ് തീർന്നു, പിന്നെ ഇക്ക വന്ന് വേറെ വെച്ചേരേണ്ടി വന്നു. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഹേസൻകുട്ടൻ വീണതെന്ന് വെച്ചാൽ അവൻ്റെ നേരത്തെ നമ്മളൊരു സാധനം കണ്ടില്ല, അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ, ആ സാധനം കൊണ്ട് ഇങ്ങനെ ഉന്തി തള്ളി നടന്നതാണ്. നടക്കുന്ന സമയത്ത് കാല് ഒന്ന് സ്ലിപ്പായി അതിലേക്ക് വീഴുന്ന സമയത്ത് പല്ലുകൊണ്ട് ഇതൊന്ന് കടിച്ചു. പല്ലുകൊണ്ട് നാവ് നന്നായിട്ട് ആഴത്തിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞത് നമ്മൾ ആ സമയം വേഗം, ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ, കരഞ്ഞ് എനിക്ക് കണ്ടപ്പോൾ ആകെ ടെൻഷനായി. ചെറുതായിട്ട് പല്ല് എവിടെയെങ്കിലും തട്ടിയതായിരിക്കും എന്ന് വിചാരിച്ച് നോക്കിയ സമയത്ത് പല്ല് തട്ടിയതല്ല, നാവ് നന്നായിട്ട് മുറിഞ്ഞു കളഞ്ഞില്ല, സെൻട്രലായതുകൊണ്ട് വിട്ടുപോയില്ല എന്ന് മാത്രം. അതിന് പകരം സംഭവിച്ചത് അങ്ങനെ കുഴിയായിട്ട് വലിയൊരു കുഴി തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് നാവായതുകൊണ്ട് നമുക്ക് ഇനി അത് തുന്നാൻ പറ്റില്ല, ഇനി ബ്ലഡ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സർജനെ കാണിച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് അവരാണ് തീരുമാനിക്കേണ്ടതെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പുറത്ത് ഞാൻ മയോണൈസ് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അതും കൂടെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ മുമ്പ് കുറേ വീഡിയോസിൽ കാണിച്ചുകൊണ്ട് ഇതിൽ കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി വന്നതിന് ശേഷം എനിക്ക് ടെൻഷനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നില്ല. ഞാൻ നേരെ എൻ്റെ ഉമ്മാൻ്റെ കൂടെ പോയത്. അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു. അവരൊക്കെ ആകെ ബേജാറായിരുന്നു. നാവിൻ്റെ ആ ഒരു ഹോള് കണ്ടിട്ട് എല്ലാവരും ടെൻഷനായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ വലിയൊരു അപകടം വരുന്നത് ഇങ്ങനെ ആയിപ്പോയതായിരിക്കും എന്ന് സമാധാനിക്കുകയാണ്. ശരിക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. എന്തോ എനിക്ക് 2 ദിവസമായിട്ട് ഭയങ്കര മനസ്സിനൊരു സുഖമില്ലായ്കയും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറയുന്നത് കണ്ണായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ കണ്ണെന്ന് വിശ്വസിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. കാരണം നമ്മൾ ആരെയും ഉപദ്രവിച്ചിട്ടോ ബുദ്ധിമുട്ടിച്ചിട്ടോ ഒന്നും അല്ലല്ലോ. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ നോക്കി അസൂയപ്പെടാനും കുശുമ്പ് കാണിക്കാനും മാത്രമൊന്നും ഇല്ലല്ലോ. മറ്റുള്ളവരുടെ എന്തെങ്കിലും കൊണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിലല്ലേ നമുക്ക് അങ്ങനെയൊക്കെ വരണ്ടുള്ളൂ ദോഷങ്ങളെന്ന്. പക്ഷേ ഇത് വേറെ എന്തോ നമ്മളെ പരീക്ഷിക്കാനും വേണ്ടിയിട്ട് സംഭവിച്ചായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മോന് സംഭവിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പൊളിച്ച് നോക്കി. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇടുന്നില്ല, ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം അതെന്തായിരുന്നു എന്നൊക്കെ. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിയൊക്കെ കഴിഞ്ഞു. ഹെയ്സന് നമ്മൾ നാടൻമുട്ട ഡെയിലി കൊടുക്കുന്നുണ്ട്, അവൻ്റെ കാല് വളവൊന്ന് ശരിയാവാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് വെയിലൊന്നുമില്ല, എങ്കിലും ഇന്ന് ഒന്ന് വെയിലടിച്ചതുകൊണ്ട് അതും കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ സാധാ ചോറും വെറും ചോറും മീനുമാണ്. എന്തോ ഒരു മീനിൻ്റെ പേര് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് ചോറൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഹെയ്സനും ചുച്ചുക്കുട്ടിക്കും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. കാണണേ ലേ അതെ ബൂബു 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 വരുന്നുണ്ട്.
ചുച്ചിന്റെ പേരെന്താണ്? ചുച്ചിന്റെ പേരെന്താണ്? അത് മാറ്റിട്ട് പറയും. ചുച്ചിന്റെ പേരാണ് ഐറൻ നെമ്മി ഷെയ്സൻ. ഏച്ചിന്റെ പേരെന്താണ്? ഏച്ചിന്റെ പേര് പറ. പേര് പറയും. ദീദു വിളിക്ക്. മക്കൾ ഭക്ഷണം കഴിക്കുന്നത് കാണിച്ചപ്പോഴാണ് കുറേ കമൻസ് വരാറുണ്ട്. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾ, അതായത് കുട്ടികൾക്ക് വിശപ്പില്ലാത്തവർക്ക് വിശപ്പുണ്ടാക്കാനുള്ള ഒരു സിറപ്പിൻ്റെയും പിന്നെ വെയിറ്റ് ലോസ് വരാനുള്ള ആപ്പിൾ സൈഡറിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പ്രൊഡക്റ്റാണ്. അവരുടെ നമ്പറാണ് ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ ഇട്ടിട്ടുള്ളത്. ഒരുപാട് പേര് ഇപ്പോഴും നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് അവരെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല പ്രൊഡക്റ്റാണ്. നമ്മൾ ദഹനശക്തിക്കും ഒക്കത്തിനും നല്ല സാധനങ്ങളാണ് കേട്ടോ. ഒന്ന് അവരൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. പണി ചെയ്താ ഗുഡ് ഗേൾ. മഴയൊക്കെ ആയപ്പോൾ പുല്ലും ചെടികളും ഒരുപാട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇക്ക ഓരോ ദിവസം ഓരോ സൈഡായിട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വൈകുന്നേരം ആ ഒരു സൈഡ് പുല്ലൊക്കെ ഒന്ന് വെട്ടി ഭംഗിയാക്കുകയാണ് കേട്ടോ. പാമ്പൊക്കെ വരുന്ന സ്ഥലമാണ്. നമ്മൾ മക്കൾക്ക് ഉള്ളതുകൊണ്ട് പേടിയാണ്. അപ്പോൾ ആ ഭാഗമൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. താങ്ക് യു. നമ്മൾ ചെമ്മീൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനിങ്ങനെ സംഭവിച്ചുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കിയെല്ലാം കൂടെ കാണിക്കാം വൈകുന്നേരം. അതായത് ഇത് രാത്രിയാണ്. വീണ്ടും റോസ്റ്റ് ഇട്ടിട്ട് നമ്മുടെ നേരത്തെയുള്ള ഫില്ലിങ് കാര്യങ്ങളൊക്കെ വെച്ചു. ഞാൻ ഉണ്ടാക്കിയ വൈറ്റ് സോസ് ആദ്യം ഒന്ന് തേച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിന് ശേഷം വൈറ്റ് സോസിൻ്റെ ഇടയിൽ ഈ ഫില്ലിങ് വെച്ച് മുകളിലും കൂടെ വൈറ്റ് സോസ് വെച്ചതിന് ശേഷം ഇങ്ങനെ കവർ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ പുറത്തുനിന്നൊക്കെ ഷവർമ പോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങില്ല. അപ്പോൾ അതിനേക്കാളും വീട്ടിൽ നിന്ന് തന്നെ ദോശ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഗോതമ്പ് മാവ് ദോശയിലും ഉള്ളിൽ വെച്ചതിന് ശേഷം ഇതൊന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. ഈ വീഡിയോ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ മോൻ്റെ നാവിലെ മുറിവ് എത്രയും പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം. ഒരുപാട് വിഷമമുണ്ട്. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന കൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി കുറച്ചും കൂടി ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്ന് വീഡിയോ ഇടുന്ന ദിവസമാണ്. അപ്പോൾ രാത്രി കുറച്ചും കൂടി ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അവന് പാൽ കുടിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണേ. ബൈ ബൈ. അസ്സലാം.